ഇന്നൊരു ഞായറാഴ്ചയിട്ട് ഞങ്ങളെല്ലാവരും ബോറടിച്ചിരിക്കും ഗൈസ്. ചായ കുടിക്കുന്നതിൻ്റെ ദോഷഗുണങ്ങൾ ഇന്ന് ഗീതു നിങ്ങൾക്ക് പറഞ്ഞു തരും. ഞങ്ങൾ ചായ കുടിക്കാന്ന് വിചാരിച്ചൊന്ന് ഇറങ്ങിയപ്പോൾ തന്നെ മുഖത്തിൽ കുരു വരും, ഇവിടെ കുഴി വരും, ഇവിടെ കുഴി വരും പറഞ്ഞ് എല്ലാം നിരുത്സാഹപ്പെടുത്തും. എന്നിട്ട് ഒരു ഗുണമില്ലാത്ത അവിൽ മിൽക്ക് കുടിക്കാനാണ് ഇപ്പം ഞങ്ങൾ പുറപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അവിൽ മിൽക്കിൽ കുറേ പ്രോട്ടീൻസ് ഉണ്ട് അത്ര. ഇതിൻ്റെ പുതിയ കണ്ടുപിടുത്തം. കുടിക്കാൻ അനുവദിക്കില്ലെന്ന് ഗീതു ഞങ്ങൾ 2-3 പ്രാവശ്യമായിരുന്നു. ഇതിൻ്റെ ഒരു എന്താണ് പറയാ മോട്ടിവേഷൻ അല്ല, എൻ്റെ മുഖത്ത് ഇപ്പം തന്നെ കുഴിയുണ്ട്, ഇനി കുഴി കൂടുതൽ വരും പറഞ്ഞുകൊണ്ട് ഹീരക്കുഴി വന്നാലും വേണ്ടില്ല, കുളം വന്നാലും വേണ്ടില്ല, ചായ വിട്ട ഒരു പരിപാടിയില്ല. ഞങ്ങൾ പോയിട്ട് ചായ അവിൽ മിൽക്കൊക്കെ കുടിച്ചു. അപ്പം ഞങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ഒരാൾക്ക് അവിൽ മിൽക്കും ഒരാൾക്ക് ചായ നമ്മൾ കുടിച്ച്. അപ്പം ഞങ്ങൾ അവിൽ മിൽക്ക് ഉണ്ടാക്കാൻ പോവാണ്. ഒരു സാധാരണ നമ്മളൊരു ഷോപ്പിലൊക്കെ പോയാൽ എത്ര രൂപ മിൽക്കിന് ഒരു 50-60 ഉണ്ടാവില്ല. ഈ ഒരു 60 രൂപയുടെ പാക്കുണ്ട്. നിങ്ങൾക്ക് ഒരു 4-5 ആൾക്ക് അവിൽ മിൽക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു പാക്കിൽ ബാക്കിയുള്ള എല്ലാ ഐറ്റംസും ഉണ്ട്. ഞങ്ങളിത് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. പിന്നെ കുറച്ച് ചെറുപഴം, കുറച്ച് പഞ്ചസാര, പിന്നെ കുറച്ച് നട്ട്സ് കുറേ ഇതിലുണ്ട്. പിന്നെ കടല, ബദാം അങ്ങനത്തെ ഒക്കെ സാധനങ്ങൾ നമുക്ക് ഓപ്ഷനിലാണ്, ഇഷ്ടമുണ്ടെങ്കിൽ ചേർക്കാം. പിന്നെ വേണ്ടത് പഞ്ചസാര, അതും നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ. മധുരം ചിലപ്പോൾ വിത്തൗട്ട് ഷുഗറൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഷുഗർ ഒഴിവാക്കാം, അല്ലെങ്കിൽ മധുരം. അത്രയും ഇൻഗ്രീഡിയൻസ് മതി. ഇനി ഇതിൽ വേണ്ട സാധനങ്ങളൊക്കെ ഓൾറെഡി ഈ ഒരു പാക്കിൽ തന്നെ ഫുള്ളായിട്ടുണ്ട്. ഞങ്ങൾ കാണിച്ചു തരാം. ഓക്കെ, അപ്പം നിങ്ങളിത് ഓപ്പൺ ചെയ്യാൻ കഴിഞ്ഞു കൊടുക്കല്ലോ. ആരുടെ ഇവൾക്ക് പണിയെടുത്ത് ശീലമില്ലാന്ന് നിങ്ങൾക്ക് കണ്ടപ്പോൾ മനസ്സിലായിണ്ടാവും. ഒരു കവർ കുടിക്കാൻ പോലും അറിയില്ല. സ്പെഷ്യൽ അവിൽ മിൽക്ക് കിറ്റ്. അയ്യോ 10 ഗ്ലാസ് ഉണ്ടാവും കേട്ടോ. ഞാൻ ഒരു 5-6 ആളെന്ന് പറയുന്നത്. ഞങ്ങളെ വീട്ടിലത്തെ ആൾക്കാർക്ക് 5-6 ആൾക്കേ പറ്റുള്ളൂ. സാധാരണ കുടിക്കുന്നത് 10 ഗ്ലാസ്. ഇതൊക്കെ ഇതിലുള്ള ഐറ്റംസ് ആണ്. ഇതെന്താ അറിയില്ല കേട്ടോ. ഇതൊക്കെ ഉണ്ട്. ഇതൊക്കെ തോന്നുന്ന ഇങ്ങനെ ഈ പഞ്ചസാരപ്പൊടിയാ തോന്നുന്നു. എന്താന്ന് അറിയില്ല. ടേസ്റ്റ് നോക്കിയിട്ട് പറഞ്ഞുതരാം. ഇത് പൊട്ടുകടല, പിന്നെ ഇത് മരയിടുള്ള ആ സാധനങ്ങളൊക്കെ. പിന്നെ ഇതാ അതില് 10 ആൾക്ക് ഉണ്ടാക്കാമെന്നാ പറയുന്നത്. ഞങ്ങളെ വീട്ടില് 5 ആൾക്കൊക്കെ. ഇതെന്താണെന്ന് ടേസ്റ്റ് ചെയ്തോട്ടെ. അപ്പൊ എന്തോ ഒരു മധുരമുള്ള പൊടി തന്നെയാണ്. അപ്പൊ നിങ്ങൾക്ക് ഷുഗറും മേടിക്കേണ്ട ആവശ്യമില്ല. ചിലപ്പോ ഇതന്നെ ആയിരിക്കും അതിലുണ്ടാവുള്ളത്. ഹായ്, ഞങ്ങള് വീഡിയോ എടുക്കുമ്പോ പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ പാത്രം, പഴം, ചെറുപഴം. ഇതൊരു 1 കിലോ ചെറുപഴം എടുത്തൊന്നും ആവശ്യമില്ല കേട്ടോ. ഒരു 4-5-6 നമുക്ക് മതിയാവും. പിന്നെ ബാക്കിയുള്ളതൊക്കെ ഞങ്ങൾ നേരത്തെ കാണിച്ചിട്ടുണ്ട്. പിന്നെ ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ തിന്നാനായിട്ട് വെയിറ്റ് ചെയ്യുന്ന ഒരാളും. അപ്പൊ ഒരായി പറയും ഞങ്ങൾ നട്ട്സ് മേടിക്കാൻ പറഞ്ഞു. നട്ട്സ് മേടിക്കാൻ പോയവരിപ്പോൾ വരും. നട്ട്സ് എന്നില്ല, ഇതിൽ ഓൾമോസ്റ്റ് ഈ പൊട്ടുകടലയും കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഞങ്ങൾ കടല മാത്രം മേടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കടല മേടിക്കാൻ വേണ്ടി അവർ പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അല്ലല്ല ഓരോരോ പഴമായിട്ട് ഈ കപ്പിലേക്ക് ഇങ്ങനെ ഇടാം. കപ്പിൽ വെള്ളം ഉണ്ട്. അപ്പോൾ ആവിൽ മിൽക്കുള്ള പഴം ഇതിലിങ്ങനെ എത്ര വേണ്ടി ഒരു 5-6 ഇതൊന്നൊരു 4 അപ്പൊ ഞങ്ങളൊരു 4-5 ചോദിച്ചില്ലല്ലോ. ഇവള് കടല മേടിക്കാൻ വേണ്ടി പോയതാണ്. കടലക്ക് പകരം എന്തൊക്കെ സാധനങ്ങൾ മേടിച്ചോളുണ്ട്. ഫുള്ള് നഷ്ടമുള്ളതില്ലേ. അതേ കടല കിട്ടിയില്ല. കടല ഇല്ലാത്ത മേടിക്കണം. അല്ല ഇതിലുണ്ട്. അപ്പൊ ഞങ്ങളൊരു 4-5 പഴം ഇതിലിങ്ങനെ തോല് കളഞ്ഞ് ഇട്ടിട്ടുണ്ട്. ഇനി ഇതില് പഞ്ചസാര. ഇതുമോള് നല്ല മെലിഞ്ഞിരിക്കുന്ന കാരണം ഡയറ്റാണ്. അപ്പൊ പഞ്ചസാര അധികം ചേർക്കരുതെന്നൊരു റിക്വസ്റ്റ് ഇട്ടിട്ടുണ്ട്. ചിലപ്പോ ഇത് ഉണ്ടാക്കി കഴിഞ്ഞു കൊടുത്താൽ കുറച്ച് പഞ്ചസാര ഇട്ട് തരൂ എന്ന് പറഞ്ഞിട്ട് അവൾ തന്നെ വരും. പഞ്ചസാര ഇടാം. ഇത് ഇടുമ്പോ തളർത്തണ് കഴിച്ചു. ആ മതി 3 സ്പൂൺ പഞ്ചസാര ഇട്ടുണ്ട്. ഇനി സ്പൂണ് വെച്ചിട്ട് നന്നായി
അച്ചിച്ചടക്കാം. ശരിക്കും ഇത് കൈ വെച്ച് പിടിക്കേണ്ടത് തോന്നുന്നു. പഴത്തിന് ഒരു അനക്കമില്ല കേട്ടോ. ഇതിന് കുട്ടികളുടെ കൈയാണ്. കുറവൊന്നല്ല, ഇവിടെ ആള് എണ്ണ സദ്യ കൂടിയില്ല. അപ്പൊ പഴം കൂടുമ്പോ നമുക്കൊരു 2 പഴം കൂടി എക്സ്ട്രാ ഇടാം. കടയിൽ നല്ല 2 പഴം പോരെ? അതായത് ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ചുള്ളതാണ് ഈ പഞ്ചസാര ഇടുക. ചിലർക്ക് നല്ല മധുരം ഇഷ്ടമുണ്ടാവും, ചിലർക്ക് നല്ല മധുരം ഇഷ്ടമുണ്ടാവില്ല. ഇത് കൈ പിടിച്ചതാണ് ഇപ്പൊ എന്റെ അടുത്ത് മേടിച്ചിട്ടാ ഉണ്ടാക്കിയെന്ന് പറയുന്നത്. അപ്പൊ എന്താ ഈ പഴം കാണിച്ചെടുക്കിയതോ? പഴം പഞ്ചസാരയും കൂടി ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് ഏകദേശം ഇത് ഈ പരിവായുണ്ട്. ശരിക്കും ഒന്നും കൂടി നല്ല മിക്സ് ചെയ്യുകയാണെങ്കിൽ ഒന്നും കൂടി നല്ലതാ. ഏകദേശം ഒരു പരിവായുണ്ട്. ഇനി ഇതിലാണ് നമ്മളത് ഉണ്ടാക്കാൻ പോകുന്നത്. ശരിക്കും വൈറ്റ് ഗ്ലാസ് നമുക്ക് കാണാൻ കേട്ടോ. ഇപ്പൊ ഒരു 2 സ്പൂണ് ഇതിലിടാം. 2 സ്പൂൺ അല്ല, 3 സ്പൂൺ. പിന്നെ കുറച്ച് നട്ട്സ് ഒന്ന് കൊടുക്കാൻ വെള്ളമൊക്കെ കിട്ടി. എന്താ കുറച്ച് അതിലേക്ക് കുട്ടിക്കോ തിന്നട്ടെ. വെള്ളം അങ്ങോട്ടായിട്ടില്ലേ? ആദ്യം പഴം ഇട്ടു, പിന്നെ കുറേ നട്ട്സും കാര്യങ്ങളും, പിന്നെ കുറച്ച് അവിലിട്ട്, പിന്നെ അതിൻ്റെ മുകളിൽ കുറച്ച് നട്ട്സും പഴം ഇട്ടുണ്ട്. ഇനി ഇതിൽ ലാസ്റ്റ് ചേർക്കണം എന്താണെന്ന് വെച്ചാൽ പാലാണ്. പാലൊക്കെ പല്ലുകൊണ്ട് കഴിച്ച് പൊട്ടിക്കുന്നുണ്ട്. നമുക്ക് ഇതിലേക്ക് പാലൊട്ട് ഹീര സ്പൂൺ വെച്ചിട്ട് ഇത് മിക്സ് ചെയ്ത സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് പഴം കേട്ടോ. വലിയ സ്പൂൺ എടുക്കും, വലിയ സ്പൂൺ. വലിയ കൊടുത്തേ. ഞങ്ങൾ അവിൽ മിൽക്ക് റെഡി ഉണ്ട്. കാണണ്ടോ അവിൽ മിൽക്ക് റെഡി ഉണ്ട്. ഒരു ഹായ് കൊടുക്കൂ രമേശ്. രമേശിന് മിസ് ചെയ്യണ്ടാ? ഞങ്ങള് പാഴ്സൽ കൊടുത്തേക്കേട്ടാ. ഞങ്ങൾ അവിൽ മിൽക്ക് കാണാനും ഭംഗിയില്ലേ ഗൈസ്? കമൻറ്റ് ചെയ്യും. അപ്പോൾ ഇത് ഇത്രേ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ഇവിടെ അവിൽ മിൽക്ക് കുടിക്കാണ്ട് വേണ്ടിയിട്ട് തല്ലും തയ്യാറൊക്കെ. ഓക്കെ, ബൈ.